രാമായണം, മഹാഭാരതം തുടങ്ങിയ നിരവധി പുരാണങ്ങളിലും അഗസ്ത്യമുനിയെക്കുറിച്ച് പരാമർശമുണ്ട്. 14 വർഷത്തെ വനവാസത്തിനിടെയാണ് രാമനും ലക്ഷ്മണനും സീതയും അഗസ്ത്യമുനിയെ കണ്ടത്. വേദങ്ങളിൽ പരാമർശിച്ചിരിക്കുന്നത് പോലെ അഗസ്ത്യമുനിക്ക് അവർക്ക് വളരെ നല്ല അതിഥേയത്വം വഹിച്ചു. കൂടാതെ ലോപമുദ്ര സീതാദേവിക്ക് ദിവ്യമായ ആഭരണങ്ങളും സമ്മാനിച്ചു. മുനിയുടെ നിർദ്ദേശപ്രകാരം ശ്രീരാമനും സഹോദരനും ഗോദാവരി നദിയുടെ തീരത്ത് ഒരു ആശ്രമം പണിതു. പുണ്യഗ്രന്ഥങ്ങളിൽ അഗസ്ത്യമുനിയെക്കുറിച്ച് മറ്റു പല കഥകൾ ഉണ്ടെങ്കിലും ഇവ ചില പ്രമുഖ കഥകളായിരുന്നു. മനുഷ്യവംശത്തിൻ്റെ ക്ഷേമത്തിനായുള്ള അദ്ദേഹത്തിൻ്റെ മഹത്തായ സംഭാവനകൾക്കും അഗസ്ത്യമുനി അറിയപ്പെടുന്നു. ഹിന്ദുമതത്തിലെ ഏറ്റവും പഴക്കമേറിയതും പ്രധാനപ്പെട്ടതുമായ ഗ്രന്ഥങ്ങളിലൊന്നായ ഋഗ്വേദത്തിൽ സ്തുതിഗീതങ്ങൾ രചിച്ചതിൻ്റെ ബഹുമതി അഗസ്ത്യമുനിക്കാണ്. അദ്ദേഹത്തിൻ്റെ സ്തുതിഗീതങ്ങൾ അദ്ദേഹത്തിൻ്റെ ആഴത്തിലുള്ള ആത്മീയ ഉൾക്കാഴ്ചയെയും അറിവിനെയും പ്രതിഫലിപ്പിക്കുന്നു. തമിഴ് ഭാഷ രൂപപ്പെടുന്നതിലും വികസിപ്പിക്കുന്നതിലും അഗസ്ത്യ മഹർഷി നിർണായക പങ്ക് വഹിച്ചതായി വിശ്വസിക്കപ്പെടുന്നു. അദ്ദേഹത്തെ സിദ്ധരിൽ ഒരാളായി കണക്കാക്കുന്നു. തമിഴ് സാഹിത്യത്തിൻ്റെയും വ്യാകരണത്തിൻ്റെയും പരിണാമത്തിന് സംഭാവന നൽകിയ പുരാതന ഋഷിമാർ